ഇന്നത്തെ വീഡിയോയുടെ തുടക്കം പ്രകൃതി നമുക്ക് സമ്മാനിച്ച കുറേയേറെ നല്ല നിമിഷങ്ങളുടെ ഓർമ്മകളും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കുറച്ച് കാഴ്ചകളുമായിരിക്കട്ടെ എന്ന് വിചാരിച്ചു. കൂടാതെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കറിയൊന്നും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കാൻ. ഇതിൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ തേങ്ങ ഒന്നും ചേർക്കാതാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. പക്ഷേ തേങ്ങ കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്കിവിടെ നന്നായിട്ട് നല്ല ഇഷ്ടമാണ്. പിന്നെ വല്ലപ്പോഴൊക്കെ നമ്മൾ എല്ലാ വിഭവങ്ങളും ഒക്കെ റെഡിയാക്കുമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കൊക്കെ മിക്കവാറും സമയങ്ങളിൽ ഇത് റെഡിയാക്കുന്നത് ഡിന്നറിനായിട്ടായിരിക്കും നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കാനാണെങ്കിലും ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ, 2 പുട്ട് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഡലി പാത്രത്തിൽ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് എളുപ്പമാണ്. അതെ, ഈ ഗോതമ്പ് പുട്ടാണെങ്കിൽ നനയ്ക്കാനാണെങ്കിൽ എളുപ്പമാണ്. കുറച്ച് വെള്ളത്തിലാണെങ്കിൽ ചൂടോട് കഴിക്കണം. അല്ലെങ്കിൽ ഒരു ഇതിങ്ങനെ അമ്മയ്ക്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അല്ലെങ്കിൽ ആ തട്ടയിലോട്ട് ഇങ്ങനെ ഇത് ചെയ്യത്തില്ലേ, ഇങ്ങനെ തട്ടിയിടുമ്പോൾ അല്ല ഇത് പൊടിഞ്ഞു പോകും. അങ്ങനെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുന്നു. അപ്പോൾ ഇട്ടാലോ അടുത്തത് പുട്ടിനുള്ളതാണെങ്കിൽ എല്ലാം ഇങ്ങനെ കണ്ടോ ഗ്ലാസ്സിൽ ഇങ്ങനെ ചെയ്ത് എടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇഡ്ഡലി പാത്രത്തിലാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ചു വെക്കാം. പുട്ടിൻ്റെ കൂടെ ആണെങ്കിൽ ചിക്കൻ കറി എടുക്കാമെന്നാണ് ഓർത്തേക്കുന്നത്. ചിക്കൻ കറി ഉണ്ട്. പുട്ടും ചിക്കൻ കറി. അങ്ങനെ പുട്ടും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇത് മീൻതോരനാണ് മമ്മി റെഡിയാക്കി കേട്ടോ. അപ്പം മീൻതോരനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എണ്ണയൊന്നും ഒട്ടും ഒഴിക്കാതെ തന്നെ മമ്മി റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും വന്നു കഴിഞ്ഞപ്പോഴത്തേന് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചിനി വെള്ളം കൂടെ പറ്റി വന്നാൽ മതി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈ നീട്ടി നിൽക്കുകയാണ്. എഴിച്ചു കൊടുക്കണം. ഏബലിനാണെങ്കിൽ കഴിക്കണമെന്നുണ്ട്, എന്നാലായിട്ട് പൊള്ളുമെന്ന് പേടിയാണ്. അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് എണ്ണ ഒട്ടും ഒഴിക്കാതെ ആണെങ്കിൽ തോരൻ വെച്ചേക്കുന്നത് അല്ലേ അമ്മേ? അതിനാ എണ്ണ വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അന്ന് എണ്ണ ഒട്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ. സാധാരണ നമ്മളാണെങ്കിൽ മീൻതോരനൊക്കെ വെച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ആണെങ്കിൽ ഒരിച്ചിരി വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങോട്ട് തൂവും അല്ലേ? പക്ഷേ വെളിച്ചെണ്ണയൊന്നും വേണ്ട. കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ തേങ്ങാപ്പീര, മുളക് അരിഞ്ഞിട്ടത്, സവാള അരിഞ്ഞിട്ടത്, മഞ്ഞപ്പൊടി ഉലുവാപ്പൊടി എല്ലാം കൂടിയിട്ട് ഞെരിടിയിട്ട് മീൻ വാരി അതിൻ്റെ അകത്തിട്ട് ഒന്നുകൂടെ ഇളക്കി വെച്ചിട്ട് ഉപ്പും ഇട്ട് ഞെരിടണം. പുളിയിട്ട് പുളിവെള്ളം ഒഴിച്ച് കുടംപുളിയാണ് കുടംപുളി അടപ്പ വെച്ച് തല്ലിപ്പൊത്തി അടപ്പ് വെക്കുക. അത്രയും വെള്ളം തല്ലും കൊടുത്തു തല്ലിപ്പൊത്തി അടുപ്പ് വെച്ച്. അങ്ങനെ മീൻപീരയൊക്കെ ഇരുന്ന് തിളച്ചതിന് കുറച്ച് വെള്ളം കൂടെ വറ്റി വരട്ടെ. ആ സമയത്താണെങ്കിൽ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് എണ്ണ മാത്രം ചേർത്തിട്ടുള്ള ബീഫ് റോസ്റ്റാണ്. അതിൽ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ബീഫ് റോസ്റ്റാണ് കേട്ടോ. പുട്ടിൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ മീൻപീരയും അതുപോലെ തന്നെ ബീട്രൂട്ട് തോരനും കൂടാണ് എടുത്തേക്കുന്നത്. ഈ ഒരു തേങ്ങ ചേർക്കാത്ത പുട്ടാണല്ലോ, അപ്പം നമുക്കാണെങ്കിൽ മീൻതോരൻ മാത്രം മതി ഇതിൻ്റെ കൂടെ കഴിക്കാൻ. പുട്ടിൻ്റെ കൂടെ ആണെങ്കിൽ തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട. നമുക്ക് ചൂടോട് തന്നെ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ ഏഞ്ചുമാണ് നമുക്ക് കോഫിയൊക്കെ റെഡിയാക്കി തന്നത്. അവൾക്ക് നല്ല മൂഡാണെങ്കിൽ കോഫിയും നല്ല ചായയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇടും കേട്ടോ. പിന്നെ എല്ലാ സമയങ്ങളിലൊന്നും ഇട്ട് തരത്തില്ല, വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ. പിന്നെ പ്രത്യേകിച്ചാണെങ്കിൽ അവധിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇതൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. നല്ലതായിട്ട് തന്നെയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ തന്നെ അവൾ റെഡിയാക്കി എടുക്കും. പ്ലേറ്റിലാണ് ഇന്ന് ആൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. സാധാരണ ഒരു കുപ്പിയൊക്കെ വെച്ചിട്ട് അതിലാണെങ്കിൽ ബീറ്റ് ചെയ്തതിനെക്കാട്ടി കുപ്പിയിൽ ഇങ്ങനെ ഒഴിച്ചിട്ടാണെങ്കിൽ അത് റെഡിയാക്കി എടുക്കാനാണ് ഇഷ്ടം. പോലെ നമ്മൾ ചോറാണെങ്കിൽ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഊറ്റിയെടുക്കാം. നല്ലതായിട്ട് വെന്ത് കിട്ടും. അധികം വെന്തൊന്നും പോകാതെ നല്ലതായിട്ട് വെന്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിത് ഊറ്റി എടുത്തിട്ട് വരാമേ. ഇപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചോറ്, കുത്തരി ചോറും ബീഫ് കറിയാണ്. അതിൻ്റെ റെസിപ്പീസ് ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു.
അങ്ങനെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബീഫ് കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിന് മുമ്പ് വെന്ത് കിട്ടും. ആ സമയത്ത് സാമ്പാറാണെങ്കിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതാണെങ്കിൽ ചോറിൻ്റെ കൂടെ, അതുപോലെ ആണെങ്കിൽ ഇഡലി, ദോശ, ചപ്പാത്തി, പൊറോട്ടയുടെ സാമ്പാർ കഴിക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ, ഇഷ്ടമുള്ളവർ. ഇവിടെ ആണെങ്കിൽ പൊറോട്ട സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ അടിപൊളി സാമ്പാറും റെഡി ആയിട്ടുണ്ട്. എഞ്ചു ആണെങ്കിൽ അമ്മച്ചിക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നു. എഞ്ചു റെഡിയാക്കിയ മുല്ലപ്പൂവാണ്. ഇത് കണ്ടപ്പോൾ മമ്മി എന്നാ ഓർത്തേ അമ്മ, മുല്ലപ്പൂ ആണെന്നോ? ആ, ടിഷ്യൂവും കൊണ്ട് റെഡിയാക്കിയതാന്ന ഓണത്തിന്. എഞ്ചു റെഡിയാക്കിയ മുല്ലപ്പൂ, എഞ്ചു അമ്മച്ചി. അപ്പോൾ മമ്മി തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് സീരിയലൊക്കെ കാണാൻ വേണ്ടി ഇത് കേട്ടിട്ടുണ്ട്. ഞാൻ പറയുകയാണ്, നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും സീരിയൽ കിട്ടലുള്ളൊരു കളിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും അല്ല. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കാണേണ്ടാന്ന് നോക്കുമ്പോൾ കാണാതിരിക്കുമല്ലോ. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ ടി വി വെക്കുന്ന സമയത്ത് ഇത് കാണുന്നത് കൊണ്ട് ദോഷങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ ഇത് പിന്നെ കുറേ കാഴ്ചകളാണ്, നല്ല നല്ല കാഴ്ചകൾ. ഇതൊരു മെമ്മറിയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ അടുത്തല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലത്തെ അവരുടെ പച്ചക്കറിയാണ്. അപ്പോൾ അവർ നാട്ടിൽ പോയ സമയത്ത് പോകാറായ സമയത്തേനാണെങ്കിൽ, ഇത് കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവർ നാട്ടിൽ പോകാൻ സമയമായപ്പോഴത്തേനാണെങ്കിൽ ഇത് തക്കാളി ഉണ്ടല്ലോ, ചെറി തക്കാളി, അതുപോലെ തന്നെ തക്കാളികളാണെങ്കിൽ എല്ലാം കായ്ച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചൂട് തുടങ്ങിയത് കാരണം കൊണ്ട് അതാണെങ്കിൽ വെള്ളം ഒഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ എല്ലാം നശിച്ചു പോകുമല്ലോ ഇത്രയും. അപ്പം അപ്പം ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് സന്തോഷം, കാരണം ഓൾറെഡി ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഞാനാണെങ്കിൽ ഒഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഇത് അതിനകത്ത് കണ്ടൊരു ചോളം കണ്ടോ, അവർ ഫാമിൽ പോയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞു. അങ്ങനെ അത് വെറുതെ മണ്ണിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അത് കിളിച്ച് വന്നതാണ്. പക്ഷേ ആ ചോളം കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മണ്ണാണെങ്കിൽ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ചാക്കിലും അതുപോലെ ചട്ടിയിലും ഉണ്ടായിരുന്ന മണ്ണ് വെറുതെ ആ തറയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിലിങ്ങനെ പിന്നെ ഈ ടൊമാറ്റോ പാകിയതാണ്. ഇതിൽ കുറേ പിന്നെ പാവയ്ക്കൊക്കെ കിട്ടിയതാണ്. പിന്നെ ഇപ്പോൾ ഉണങ്ങിപ്പോയി, ചൂട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അത് ഉണങ്ങി. നല്ല പന്തൽ പോലെ നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ തക്കാളികൾ ഉണ്ടായിരുന്നു കേട്ടോ. പഴുത്തൊക്കെ പിന്നെ നിൽക്കുന്നത് കാണുമ്പോഴത്തേനും നല്ല രസമാണ്. പിന്നെ നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോന്ന് കാണുമ്പം നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ ഇത് റെഡിയായി നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇത് എനിക്കും ഒരു മെമ്മറി ആയിരിക്കും, അവർക്കും ഇതൊരു മെമ്മറി ആയിക്കോട്ടെ. എപ്പോൾ നോക്കിയാലും ഇത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് പഴുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളാണെങ്കിലും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ കുറേയേറെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് വിഷവും കാര്യങ്ങളും നമ്മൾ ഒന്നും അടിക്കാത്ത പച്ചക്കറികളല്ലേ, ഫ്രഷ് ആയിട്ടുള്ള നല്ല പച്ചക്കറികൾ. ശരിക്കും ഇതിനകത്തൊന്ന് പൊട്ടിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങ് അറ്റത്ത് കണ്ടില്ലേ മധുരക്കിഴങ്ങാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു മധുരക്കിഴങ്ങിൽ പിന്നെ മധുരക്കിഴങ്ങ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് പക്ഷേ സമയം എടുക്കുന്നു, 5-6 മാസം കണ്ട് എടുക്കുമല്ലോ. കറക്റ്റ് അതിൻ്റെ എത്ര സമയം കൊണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിന് സമയം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഇതൊരു വൈകിട്ട് വെള്ളം ഒഴിക്കാൻ വന്ന സമയത്ത് എടുത്തതാണ്. അപ്പോൾ കുറച്ചുകൂടെ ആണെങ്കിൽ ഈ തക്കാളിയൊക്കെ പഴുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച്, എല്ലാം അല്ല, കുറച്ചിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്നല്ലല്ലോ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ 1-2 ദിവസമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രാവിലെ ചില ദിവസങ്ങളിൽ രാവിലെ ഒഴിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് വൈകിട്ടായിരിക്കും വന്ന് ഒഴിക്കുന്നത്. അപ്പം പിന്നെ ചൂടാണെങ്കിൽ അതുപോലെ കൂടിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലാണ് അവിടോട്ട് വരുന്നത്. അപ്പോൾ പകൽ സമയത്തൊക്കെ നല്ല വെയിലാണ്. അപ്പം എല്ലാം ആണെങ്കിൽ കുറച്ചൊക്കെ ഒരു എന്താ പറയുക, വാട്ടങ്ങൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ലതായിട്ട് തന്നെ പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പം നമുക്ക് സന്തോഷമല്ലേ. ഇതുണ്ട് ആ മഞ്ഞ ചെതഞ്ഞ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തക്കാളിയിലുള്ള പൂക്കളാണ് കേട്ടോ. പിന്നെ ബാക്കിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ ഒരു ജമന്തി എന്നല്ലേ ഇത് പറയുന്നത്, അത് ബന്ദി എന്നാണോ, പൂ കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാവലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഇനി പാവയ്ക്ക ഒന്നും റെഡി ആകത്തില്ല. പിന്നെ ഒരു തണൽ പോലെ അവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് അത് നിൽക്കും. അതുമാണെങ്കിൽ ഇവരിങ്ങനെ പുറത്തുനിന്ന് മണ്ണാണെങ്കിൽ എടുത്തിട്ട് ഒരു കട്ട ഇങ്ങനെ കെട്ടി അങ്ങനെ അതിൽ നിർത്തിയേക്കുന്നതാണ്.
അവിടെ എനിക്ക് തോന്നുന്നു ചീര ഉണ്ടായിരുന്നു. നേരത്തെ ആണെങ്കിൽ ചീരയും അതുപോലെ തന്നെ എല്ലാ അത്യാവശ്യമാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് ഇതുപോലെ ആണെങ്കിൽ പച്ചക്കറി കൃഷികളൊക്കെ ആണെങ്കിൽ ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ പിന്നെ വന്നിരുന്ന് ചെയ്യാനൊക്കെ ആണെങ്കിലും സമയം കിട്ടാറില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഇപ്പോഴത്തെ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ടെന്ന് പറഞ്ഞാൽ വെറുതെ നടാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ഇത്രയും അതുപോലെ വെയിലല്ലേ. അതിൻ്റെ ഇടയിലൂടെ വെണ്ടയ്ക്ക. പക്ഷെ ഞാൻ ഇപ്പോഴേ ഈ വെണ്ടയ്ക്ക ശ്രദ്ധിക്കുന്നത് കേട്ടോ. 2 വെണ്ടയ്ക്ക അവിടെ നിൽക്കുന്നു. ഈ മധുരക്കിഴങ്ങിൻ്റെ ഇടയിലാണ് അത് കിളിച്ച് വന്നിരിക്കുന്നത്. ഇപ്പോഴാണ് ഞാനത് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് കാണുന്നത് കേട്ടോ. അന്നേരം വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായെങ്കിൽ പിന്നെ അത് മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേണ്ട് വെള്ളമൊക്കെ ഞങ്ങൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടായിരുന്നു അന്ന് വന്നത് കേട്ടോ. വന്നിട്ടാണെങ്കിൽ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോയി. ചില ദിവസമാണെങ്കിൽ രാവിലെ വെള്ളം ഒഴിക്കും, ചില സമയത്താണെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ വെള്ളം ഒഴിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിലൊക്കെ ഉള്ള സമയത്ത് വൈകിട്ട് ഒഴിക്കുന്നതാണെന്ന് തോന്നുന്നു നല്ലത്. കുറച്ചുകൂടെ ആണെങ്കിൽ ഇതിന് ഉഷാറായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ടോ, കുറച്ച് തക്കാളിയൊക്കെ ആണെങ്കിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേസ്റ്റ് ബോർഡ് ഉണ്ടല്ലോ, നമ്മുടെ അതിലാണ് ഇത് വെച്ചേക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് ഞങ്ങളുടെ ഡ്യൂട്ടി സമയത്ത് ഈ തൈരുണ്ടല്ലോ, അതിലാണെങ്കിൽ ഒരു 2 ചെറിയ തക്കാളിയാണെങ്കിൽ ഇങ്ങനെ തക്കാളി ചെറിയ ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 എടുത്തോണ്ട് പോയിട്ട് നട്ട് കുറേ തക്കാളികൾ ഇവരുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കഥകളാണെങ്കിൽ ഞങ്ങൾ ഇന്നാളിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. ഇത് കാട്ടുതുളസി അതാണെന്ന് തോന്നുന്നു കേട്ടോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇതുപോലാണെങ്കിൽ മണ്ണിറക്കിയിട്ട് ചെറിയ കട്ട കെട്ടിയിട്ട് അതിൽ മണ്ണിട്ടിട്ട് അങ്ങനെ ഇതിൽ കൃഷിയൊക്കെ ചെയ്ത് ഇതിനകത്താണെങ്കിൽ ക്യാപ്സിക്കവും അതുപോലെ തന്നെ കുറേ വഴുതനങ്ങ അങ്ങനെ കുറേ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. കറ്റാർവാഴപ്പോല അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. എനിക്കിന്ന് ഈ ബാക്ക് സൈഡിൽ കുറച്ച് വെയിൽ കുറവായിട്ട് തോന്നും. ഇപ്പോൾ ഇത് വെയിലൊന്നും കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വെയിലുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഇപ്പം ഞാൻ പറയുന്ന ഈ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. നമുക്കിവിടെ കൃഷിയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി വരെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാതെ പോകും. നമ്മൾ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് വിളവൊക്കെ എടുക്കാൻ പറ്റുന്ന ഡിസംബർ ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന പരുവത്തിലൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെയിൽ സമയത്തൊന്നും പുറത്ത് പോയിരുന്നിട്ട് ഇതുപോലെ ഇരുന്ന് ചെയ്യാനൊന്നും പറ്റാറില്ല. അതാണ് മെയിനൊരു കാര്യം. ഈ വെയിലത്ത് നമ്മൾ എങ്ങനെ നിൽക്കും? അങ്ങനെ ഇതേണ്ട കണ്ടോ, കുറേ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ കുറേ തക്കാളികളൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ട്. അപ്പം പിന്നെ അധികം കിളികളൊന്നും വന്നിട്ടാണെങ്കിൽ ഇവിടെയൊന്നും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കുത്തിക്കൊണ്ട് പോവോ, നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നാട്ടിലെ പോലത്തെ ഒരു മണ്ണും അല്ലല്ലോ. ആ ഒരു മണ്ണിൻ്റെ ഒരു ഇതൊന്നും അല്ലല്ലോ. നമ്മൾ ഇവിടെ കിട്ടുന്ന പൂഴി മണൽ പോലത്തെ മണ്ണിൽ പിന്നെ നമുക്കല്ലാതെ മേടിച്ചിട്ട് മണ്ണ് പിന്നെ അതിനകത്താണെങ്കിൽ ചാണകപ്പൊടി അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളത് സെറ്റാക്കി എടുക്കുന്നതാണ്. ഇങ്ങനെ ഇതുണ്ട് ചോളം നിൽക്കുന്നത് കണ്ടോ. ആ ചോളം ആണെങ്കിൽ നമുക്ക് മറ്റ് ചോള കൃഷിയൊക്കെ ചെയ്യുന്ന പോലെ ആണെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. പക്ഷെ ഒരു സന്തോഷം, ശരിക്കും പറഞ്ഞാൽ സന്തോഷം. ഈ ഒരു ചെറിയ മണ്ണിലാണെങ്കിൽ അത് കിളിച്ച് വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആണെങ്കിൽ ഇത് വലിയ തക്കാളിയാണ്. മറ്റേ ചെറു തക്കാളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഓവൽ ഷേപ്പിലുള്ളതും റൗണ്ട് ഷേപ്പിലുള്ളതും ഒക്കെ ആണെങ്കിൽ പല മോഡലിലുള്ളതൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഓവൽ ഷേപ്പിലുള്ളതാണ്. അതുപോലെ തന്നെ റൗണ്ടായിട്ടുള്ളതാണെങ്കിൽ ചെറിയ തക്കാളി. അതിന് രണ്ടും രണ്ട് പേരാണോ എന്ന് എനിക്ക് അറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു ഇത് കണ്ടു കഴിഞ്ഞപ്പം ഈ ഒരു വീഡിയോ നേരത്തെ എടുത്തതാണ്, അതെനിക്ക് കളയാൻ തോന്നിയില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണിപ്പോൾ നിങ്ങളുടെ വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ പറയട്ടെ, ലൈക്കൊന്നും ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറന്നു പോകണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട.
പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. കുറേയേറെ കുക്കിംഗ് വീഡിയോയെക്കാട്ടിലും എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെടുന്നത് ഫാമിലി വ്ലോഗ് പോലൊക്കെ ചെയ്യുന്നതിനാണെന്ന് തോന്നുന്നു കുറച്ച് പേരൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ചാനലിലൊന്നും ഒരുപാട് പേരൊന്നും ഇല്ല, എന്നിരുന്നാലും കുറച്ച് പേരുള്ളത് ജെനുവിനായിട്ട് അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. കുറേയേറെ നല്ല നല്ല വീഡിയോസായിട്ട് ഡെയിലി വീഡിയോ ഇടണമെന്നുണ്ട്. അപ്പം ചില സമയങ്ങളിൽ അത് സാധിക്കാതെ വരുന്നുണ്ട്. കാരണം ഡെയിലി വീഡിയോ ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ അത് ചില സമയങ്ങളിലാണെങ്കിൽ പറ്റാതെ വരുന്നുണ്ട്. നേരത്തെ ചില സമയങ്ങളിലാണെങ്കിൽ ഒരുമിച്ചാണെങ്കിൽ വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന സമയങ്ങളിലാണ് ഒരുമിച്ച് വീഡിയോസൊക്കെ വരുന്നത്. അല്ലാത്ത സമയങ്ങളിലാണ് അങ്ങനെ പറ്റാത്തത്. ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.